ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നോമ്പുറ വിശേഷങ്ങളാണ്. നമ്മളെ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ആക്കിന്. അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കഴിയുന്നതും നമ്മളെ നോമ്പ് അല്ലെങ്കിൽ നോമ്പ് തുറ സിമ്പിളാക്കാനാണ് നോക്കൽ. ഓയിലി ഫുഡെല്ലാം ഒഴിവാക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും അധികം ഉണ്ടാവുക. പിന്നെ എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക, ഓയിൽ ഫുഡ് ഉണ്ടാവും. ഫുള്ളായിട്ട് ഒഴിവാക്കിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. പിന്നെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് 2 വീഡിയോസ് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസിൽ കണ്ടിരുന്നു അതിൻ്റെ റെസിപ്പീസൊക്കെ ഫുൾ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ഇല്ല. ഇൻഷാ അല്ലാ വേണമെങ്കിൽ ഞാൻ അടുത്ത വ്ളോഗിലെല്ലാം ആയിട്ട് ആ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് വന്നിന്. സാധാരണയാണെങ്കിൽ ഇത്ര നേരത്തെ ഒന്നും ഞാൻ കിച്ചണിൽ ഇറങ്ങലില്ല. പിന്നെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ കുക്കെല്ലാം ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, കുറച്ച് ലേറ്റാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് വെക്കും. ചിലപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഈ വേവിച്ച് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ബോയിൽ ചെയ്ത് വെക്കുക, അതായത് ചിലപ്പോൾ ഞാൻ രാവിലെ ചെയ്യലുണ്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന ദിവസം. അല്ലെങ്കിൽ പിന്നെ നോർമലായിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങൽ. ഇന്ന് നോമ്പ് തുറക്കാൻ പഴം ഉണ്ടായിരുന്നു. നല്ലോണം പഴുത്തിട്ടില്ല. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ എന്തായാലും പഴംപൊരിയേ ഇവിടെ നടക്കുകയുള്ളൂ. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും അതാണ് ഇഷ്ടം. ഇതിപ്പോൾ ഒരു മീഡിയം ഇതിലാണ് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ച്. ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമല്ല. അതുപോലെ ഇതാ മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം മോമോസാട്ടാ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കലാണ്. ഞാനിവിടെ ഫുള്ളായിട്ട് മൈദയല്ല, ഫുള്ളായിട്ട് മൈദ വേണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുക. ഞാനിപ്പം നമ്മളെ വീറ്റ് ഫ്ലോറും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത്. ഈ വെറും വീറ്റ് ഫ്ലോറിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക. ഇത് പിന്നെ ഒലിവ് ഓയിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് റീഫിൽ ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ സാധാരണ നമ്മൾ സഫാരിയിൽ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മളെ സ്പൈസസും കാര്യങ്ങളൊക്കെ ലൂസിൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ചീസ് ബട്ടറൊക്കെ അവിടെ നിന്ന് കിട്ടും. ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ബട്ടർ വാങ്ങിക്കൽ. അതുപോലെ തന്നെ ഈ ഒലിവ് ഓയിലും ഒക്കെ അവിടെ നിന്ന് തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് തന്നെയാട്ടോ എടുക്കൽ. പഴം അവിടുന്ന് റെഡിയാവുന്നുണ്ട്. ശരിക്കും പഴം ഇത്ര നേരത്തെ ബോയിൽ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഈവനിങ് ഞാനൊന്നും കൂടെ അത് ചൂടാക്കേണ്ടി വരും. വേഗം വേഗം ഓരോ പണിയായിട്ട് അങ്ങ് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ മോമോസാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം മോമോസ് പല രീതിയിൽ നമുക്ക് എന്താ പറയുക ചെയ്തെടുക്കുക. അതിൻ്റെ ഓരോ ഡിസൈനിൽ സിമ്പിളായിട്ട് ആക്കിയെടുക്കുക. നമ്മൾ ഫോക്കും കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ സാധാ അട പോലെ ആക്കിയിട്ട് അതിൻ്റെ 2 എഡ്ജ് ഇങ്ങനെ എന്താ പറയുക ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുക്കുക. ഇന്നിപ്പോൾ ഞാൻ വേറൊരു മോഡലിലാട്ടോ റെഡിയാക്കുന്നത്. പിന്നെ ഇവിടെ മോമോസ് സത്യം പറഞ്ഞാൽ എളുപ്പമുള്ള സംഭവമാണ്. അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കാം. അധികം ഐറ്റംസും അല്ലെങ്കിൽ കുറേ മസാല സംഭവങ്ങളൊന്നും ഇല്ല, ആവശ്യമില്ല. ഇനി ഇതിൽ വേണ്ടത് ചിക്കനാണ്, ബോൺലെസ് ചിക്കൻ വേണം. അത് ചിക്കൻ്റെ കീമ അല്ലെങ്കിൽ ചിക്കൻ അരച്ചെടുക്കുക അങ്ങനെയുള്ള സംഭവം. അപ്പോൾ എനിക്ക് ചിക്കൻ ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ പച്ചക്ക് അരച്ചെടുക്കാൻ എനിക്കങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ
ഇതുപോലെ പീസസ് ആക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനത് ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അരച്ചെടുക്കുമ്പോൾ എനിക്ക് നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അരച്ചെടുക്കില്ല, എനിക്കെന്തോ അത് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അരക്കുന്നതാണ് ഓക്കെ എങ്കിൽ അരച്ചെടുക്കുക കേട്ടോ, അത് കുറച്ചും കൂടെ ഈസി, എന്താ പറയുക, ഈസിയാണ്. അപ്പം ഞാനിതിപ്പം ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്രഷ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അതാകുമ്പം ഇങ്ങനെയുള്ള മസാലകളും കാര്യങ്ങളെല്ലാം ആക്കാൻ നല്ല, പിന്നെ ബ്രസ്റ്റ് പീസും കൂടിയല്ല, കുറച്ച് ഹെൽത്തിയാണെന്നും കൂടെ പറയാം. പിന്നെ ഇന്നത്തെ ഈ മോമോസിൻ്റെ ചട്നി ഉണ്ടാക്കുന്നില്ല, പകരം നമ്മൾ ചില്ലി ചിക്കനൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കുമല്ലോ, അതുപോലെ ആ ഒരു ഗ്രേവി റെഡിയാക്കിയിട്ട് അതിലേക്ക് മോമോസ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. കുറച്ച് അധികം തന്നെ ഞാൻ മോമോസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ചിക്കൻ ഞാനിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിന്. ഇനി ഇതിലേക്ക് ഉള്ളി വേണം, അതുപോലെ മല്ലിയില, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇതിൻ്റെ മെയിൻ സംഭവം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്തോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ എനിക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇന്ന് മീൻ കറിയും ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെന്താ ചില്ലി മോമോസ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടും കുറച്ച് ഉള്ളി ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിലേക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഉള്ളിയാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ, വേറെ കുറച്ച് പൊടികളും കൂടിയേ ഈ ചിക്കനിലേക്ക് ഇടേണ്ടിയായിട്ടുള്ളൂ. മോമോസ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് റെഡിയാക്കി നോക്കിയോ. പിന്നെ അതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഫോൾഡ് ചെയ്യുന്നതിൽ പല ടൈപ്പിൽ അത് റെഡിയാക്കി എടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് അടയൊക്കെ ആക്കുന്ന പോലെ ആക്കി അങ്ങനെയും ആക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ഈ ഒരു ഫില്ലിങ് നല്ല എളുപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ ആ ചിക്കനിലേക്ക് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിന്. ഇനി ഇതാ ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ സോയ സോസ് വേണം. സോയ സോസ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ എരിവ് പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് ജീരകപ്പൊടി ഉണ്ടല്ലോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കുറേ വേണ്ട കേട്ടോ, കുറച്ച്. പിന്നെ ഒരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് പറയാൻ മറന്നുപോയി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക, ഫില്ല് ചെയ്യുക. ഫില്ലിങ് റെഡി ആയിട്ടോ, വേറെ ഇതൊന്നും വഴറ്റിയെടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ളൊരു പണി ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡോ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം, അതായത് പരത്തിയെടുക്കുക. പരത്തി അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു കുക്കി കട്ടറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ മൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര വലുത് വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാട്ടോ, ഇങ്ങനെ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല യൂസ്ഫുള്ളാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇത് വാങ്ങിച്ചിട്ട് കുറേ ആയി, പക്ഷെ ഉപയോഗിക്കുന്ന ഇതിപ്പം ഫസ്റ്റ് ടൈമാണ്. ഞാൻ മൈദ ഫില്ല് ചെയ്ത് കൊടുത്തിന്. അതിൻ്റെ വേറെ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കൈയും കൊണ്ടും സ്പൂണും കൊണ്ടല്ല ഇങ്ങനെ ആക്കേണ്ടത് പരത്തുന്ന സമയത്ത്. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതിനെന്തോ 2 റിയാലോ 3 റിയാലോ അങ്ങനെ ആയിട്ടാണ് തോന്നുന്നുണ്ട് റേറ്റ്. ഇനിയിപ്പോൾ ഞാൻ ആ ഡോ 4 പീസാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓരോ പീസും ഇങ്ങനെ വലുതാക്കിയിട്ട് റോൾ ചെയ്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്.
ശരിക്കും മോമോസ് ഉണ്ടാക്കുമ്പോൾ ഒരു പണി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഈ പരത്തി ആ ഒരു ഫില്ലിംഗ് എല്ലാം വെച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുമല്ലോ, ഓരോ ഡിസൈനിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം, സിമ്പിളായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമായിരിക്കും നമുക്ക് കുറച്ച് എന്താ പറയുക എക്സ്ട്രാ പണി എന്ന് പറയുന്നത്. അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനൊന്നും ഇതിനൊരു പണിയുമില്ല. അപ്പോൾ എനിക്ക് മോമോസ് ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതി ഇതാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ക്യാമറ എൻ്റെ സൈഡിലായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. അതും അങ്ങനെ ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലെ നമ്മൾ ഇറച്ചീൻ്റെ കോഴിയടയെല്ലാം ഉണ്ടാക്കുമല്ലോ, മധുരക്കോഴിയടയും എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വക്കിങ്ങനെ ചുരുട്ടിയെടുക്കും. ഏകദേശം അതെല്ലാം പോലെ തന്നെ ചുരുട്ടിയെടുക്കേണ്ടെന്നേ ഉള്ളൂ, ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിന്. വേറെ ഒന്നിന് മുന്നേ ഞാൻ മോമോസ് ഉണ്ടാക്കിയ സമയത്ത് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇടങ്ങാറിയിരുന്നു. പിന്നെ ഇത്രയൊന്നും ഇടങ്ങാറില്ല. സാധാ അട പോലെ ആക്കിയിട്ട് നമ്മൾ എന്താ പറയുക ഫോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പോയാൽ അങ്ങനെയും ഒരു ഡിസൈൻ കിട്ടും. അപ്പം അത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് വിചാരിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇന്ന് കുറച്ച് ടൈമും ഉണ്ട്, അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് റെഡിയാക്കി നോക്കാമെന്ന്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ചെറിയ മോമോസാണ്, അധികം വലിയ സൈസല്ല. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കുക്കി കട്ടർ കൊണ്ട് കിട്ടുന്ന ആ ഒരു സൈസിലുള്ള ഞാൻ ഉണ്ടാക്കിയത്. അപ്പം മോമോസ് ഇനിയിപ്പം റെഡിയാക്കാൻ വെക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ കറിയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കറിയും ഒരു സൈഡിൽ നിന്ന് റെഡിയാട്ടെ. അപ്പോഴത്തേക്ക് മോമോസിൻ്റെ വെള്ളമെല്ലാം തിളച്ച് വന്നതിന് ഇനിയിപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലിപ്പം അടോ മിക്സ് ചെയ്യുന്ന സമയത്ത് വീറ്റ് ഫ്ലോറും മൈദയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് മോമോസിൻ്റെ കളറ് കുറച്ചും കൂടെ ഒരു വേറൊരു കളറായിട്ട് കിട്ടാം. മൈദ മാത്രമാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈറ്റ് കളറായിരിക്കും. ഇനി വെറും വീറ്റ് ഫ്ലോർ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറായിരിക്കും. ഇത് രണ്ടിൻ്റെയും കൂടെ നടുക്കുള്ള ഒരു കളർ കേട്ടോ. അപ്പോൾ ഇതാ മോമോസ് റെഡി ആയിന്. ഇനി ഒരു ബാച്ചും കൂടി ഉണ്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനിതാ നമ്മൾ ചില്ലി മോമോസാന്ന് പറഞ്ഞല്ലോ, അപ്പം ചില്ലീൻ്റെ ആ ഒരു ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ആക്കുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓയിലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്തത്, പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം, ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കുക, സോയ സോസും ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള മോമോസും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ.
അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ദുവ അവിടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം റെഡിയാക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്യാനെല്ലാം കൂടും കേട്ടോ. പിന്നെ എല്ലാ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവെക്കലും ടേബിൾ അറേഞ്ച് ചെയ്യലെല്ലാം പിന്നെ അവരങ്ങ് ആയിക്കോളും. അവർക്ക് ഇഷ്ടമെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കാൻ. ചിലപ്പം ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലപ്പം എല്ലാവരും കൂടെ റെഡിയാക്കാൻ കൂടും. കാര്യം ഇപ്പം എല്ലാവർക്കും ബോർഡ് എക്സാമും അല്ലാത്ത ആനുവൽ എക്സാമും എല്ലാം കൂടിയല്ലേ. അപ്പോൾ അവർ ഫ്രീ ഉള്ള സമയത്ത് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതിൻ്റെ ഇടയിൽ റൈസ്ക ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിനു. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം റെഡിയായ സംഭവങ്ങളൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ലാസ്റ്റാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്, ചൂടോടുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നന്നാറി സർബത്തും കൂടെ കുറച്ച് റെഡിയാക്കാനുണ്ട്. ഇത് പിന്നെ ഇവിടെ എല്ലാവരും കുടിക്കുന്നതല്ല, എല്ലാവരും കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാട്ടോ. ജ്യൂസാണെങ്കിലും എല്ലാ ജ്യൂസും എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല. അപ്പം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ജ്യൂസാക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പം മാംഗോ ജ്യൂസാക്കും ചില ദിവസം, ഇല്ല പിന്നെ ഇതായി നന്നാറി സർബത്താക്കും, ഇല്ലെങ്കിൽ ബത്തക ജ്യൂസിന് ഇവിടെ വലിയ ഇതില്ല എന്ന് പറയാം. വെള്ളം തന്നെയാണ് എല്ലാവരും കുടിക്കൽ. അങ്ങനെ ഇത് അൽഹംദുലില്ലാ നമ്മൾ രണ്ടാമത്തെ നോമ്പ് കംപ്ലീറ്റ് ചെയ്ത് ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. ഇവിടെ പിന്നെ ബാങ്ക് അങ്ങനെ കേൾക്കൂല, ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് കേൾക്കൂല. ബെഡ്റൂമിൻ്റെ എന്താ പറയുക വിൻഡോൻ്റെ അടുത്ത് പോയി നിന്നാലേ കറക്റ്റ് കേൾക്കുള്ളൂ, എന്നാൽ തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കൂല. പക്ഷെ പള്ളി ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ബാങ്ക് അങ്ങനെ കേൾക്കുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നിരിക്കും, ഇടയ്ക്ക് ബാങ്ക് കൊടുത്തൊന്ന് പോയി നോക്കും, അങ്ങനെയും. ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട ഷോർട്സ് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നോമ്പും പിന്നെ അഞ്ചാമത്തെ നോമ്പൊക്കെയാണ്. ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് അങ്ങ് ഇടാൻ പറ്റും. ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ സംഗതികളൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇപ്പം മക്കൾക്ക് എക്സാം, അവരെ പഠിക്കാനിരുത്തണം. മെയിനായിട്ട് ആഹിലിൻ്റെ കൂടെ ഞാൻ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് തന്നെ അങ്ങ് പഠിച്ചോളും. പിന്നെ ഈ നോമ്പിന് വേറെയും നമുക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാനും അതിനുള്ള ഒരു സമയം കണ്ടെത്തുകയും വേണം. പിന്നെ മാത്രമല്ല എഡിറ്റിങ്ങിനെല്ലാം ഇരിക്കുന്നതാണെങ്കിൽ കുറേ ടൈം അതിന് നിൽക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അധികം ടൈമൊന്നും എഡിറ്റിങ്ങിന് അങ്ങനെ ഇരിക്കില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അങ്ങനെ ചെയ്തു വരില്ല. അതുകൊണ്ടാണ് ലേറ്റായി പോയത് ഇത് അപ്ലോഡ് ചെയ്യാൻ. ഇനിയിപ്പോൾ ദോശ ഞാൻ നോമ്പെല്ലാം തുറന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാ ചുടുന്ന്, ബാക്കിയെല്ലാം റെഡിയായല്ലോ. അത് പിന്നെ ചൂടോടുകൂടി തന്നെ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നോമ്പ് തുറയായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.